ഹായ് കൂട്ടുകാരെ. അപ്പോൾ ഇന്ന് എന്താ ന്യൂ ഇയർ അല്ലേ. അപ്പോൾ ഞാനും അമ്മുവും കൂടെ നമ്മുടെ വീടിൻ്റെ താഴെ തന്നെ എൻ്റെ ചേച്ചീൻ്റെ മോള് താമസിക്കുന്നുണ്ട്. അപ്പോൾ അവളെ വീട്ടിലേക്ക് വന്നേ കേട്ടോ. ഇതായിട്ടോ അവളെ വീട്. അപ്പം അമ്മു മോനും കൂടെ ചേച്ചിയുടെ മോനാണ്. അവർ രണ്ടുപേരും അത് അവിടെ ഭയങ്കരമായിട്ട് പടക്കം പൊട്ടിക്കലും ഗുണ്ട് പൊട്ടിക്കലൊക്കെ കേട്ടോ. ഇരുടായം കൊണ്ട് കാണുന്നില്ല. ഇതാ ഒരു പടക്കം പൊട്ടിക്കുകയാണ്. ഇതാ എന്തൊക്കെയോ വാങ്ങി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതാ കമ്പിത്തിരി, ഇതെന്ത് പടക്കം? ബീഡിപ്പടക്കം. നമ്മളിന്ന് പറയാം ബീഡിപ്പടക്കം. എന്താ ബീഡിപ്പടക്കം ഇതുണ്ടോ? ബീഡിപ്പടക്കമൊക്കെ ഉണ്ട് കേട്ടോ. ബീഡിപ്പടക്കം പിന്നെന്താ? അത് പറ്റിയോ? മത്താപ്പ് ഉണ്ടാ ഒക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ ഇവിടെ ചേച്ചിൻ്റെ മോനും മാത്രമേ ഉള്ളൂ. ഹസ്ബൻഡ് അവന് മിൽമേൽ ഇവിടെ തിരുവമ്പാടി മിൽമേലാണ് ജോലി. അപ്പോൾ അവന് വന്നിട്ടില്ല. അവൻ വരുമ്പോൾ കുറച്ചായി. അപ്പോൾ ഞങ്ങൾ മാത്രമായിട്ട് ആഘോഷിക്കാമെന്ന് വിചാരിച്ചതാ. അമ്മു ഓർക്കാൻ പുറത്ത് പടക്കം പൊട്ടിയപ്പോൾ പേടിച്ചു പോയിട്ടോ. ഓരവിടെ പടക്കം പൊട്ടിക്കുന്നുണ്ട്. ഇവള് എന്താ ഇത് ചേച്ചീൻ്റെ മോളാണ്. ഓള് ഞങ്ങൾ വരിക പറഞ്ഞപ്പോൾ എന്തോ ഓള് നെയ്ച്ചോറൊക്കെ ഉണ്ടാക്കണ്ടെന്ന് തോന്നുന്നു. ഞാൻ മെല്ലെ വന്ന് നോക്കുമ്പോൾ എനിക്കിങ്ങനെ തോന്നുന്നുണ്ട് നെയ്ച്ചോറ് ഉണ്ടാക്കണ്ട ഓള്. അപ്പോൾ ഓളായിട്ട് പണിയില്ല കേട്ടോ. ഞങ്ങൾ ഒരു 10 മണി വരെയൊക്കെ ഇവിടെ ഇരുന്നിട്ട് ഞങ്ങൾ അങ്ങോട്ട് പോകും. ഞങ്ങൾ ന്യൂ ഇയർ അത്ര നേരം വരെ കൂടെ ആഘോഷിക്കാൻ വേണ്ടി വന്ന. എന്താണെന്നറിയോ, പുഴയ്ക്ക് നല്ല തണുത്ത വെള്ളമല്ലേ. അപ്പോൾ പിന്നെ പുഴയിൽ പോയിട്ടുണ്ടെങ്കിൽ ആ വെള്ളത്തിൽ കുളിച്ച് കഴിഞ്ഞാൽ പനി കുളിക്കുമ്പോൾ നല്ല സുഖമായിരിക്കും. പക്ഷെ കുളി കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ നമുക്ക് കുറച്ച് കഴിയും. ഹലോ കൂട്ടുകാരെ, അവിടെ അച്ചു അമ്മു ഇരിക്കുന്നുണ്ടേ. ഓർക്ക് ഭയങ്കര കോമഡിയാണ്. പക്ഷെ വീഡിയോ പിടിക്കാൻ സമ്മതിക്കില്ല. ഞാൻ ഒളിച്ചവരെന്താ കാണിക്കണേ നോക്കട്ടെ. സമ്മതിക്കും അറിയില്ല. കളിക്കാൻ പറ്റില്ല. കഴിഞ്ഞ ഇവിടെ ഗ്രിപ്പർ എന്താ പറഞ്ഞ സാധനമാണ്. ഗ്രിപ്പർ അല്ലടാ ഇത്. നമുക്ക് എന്താ കൈക്ക് മസിൽ വെക്കാൻ. ഇത് ഇങ്ങനെ മുട്ടിച്ച് അവിടെ ടിക്ക് വരുന്നാവും പറഞ്ഞു. ഇവിടെ ഇതൊക്കെ കാണുന്നുണ്ട്. നമ്മൾ ഓരോ പ്രാവശ്യം ഇങ്ങനെ പഞ്ച് ചെയ്യുന്നതിൻ്റെ ആണ്. കൈൻ്റെ ഞരമ്പ് എന്താണെന്നൊന്നും എനിക്കറിയില്ല കേട്ടോ. ഞാൻ നോക്കി നോക്കട്ടെ. ഒരു രക്ഷയില്ല കേട്ടോ. എങ്ങുന്നില്ല. എന്നെ കൊണ്ട് ഇത്രയൊക്കെ ആകുന്നുള്ളൂ. പറ്റുന്നില്ല. അയ്യോ അച്ചു ആക്കും. അതാ അച്ചു പഞ്ചാട്ടോ. അച്ചു അതാ നല്ല അടിപൊളിയായിട്ട് എക്സസൈസ് ചെയ്യുന്നുണ്ട് കൈക്ക്. നമുക്ക് അതിനുള്ള ഇതില്ല കേട്ടോ, ആരോഗ്യമില്ല. എന്നെ കൊണ്ട് പറ്റില്ല. ഞാനിതാ നോക്കിയിട്ട് നോക്ക്. ഇവിടുന്നത് ഇത് അത്രേ അനങ്ങുന്നുള്ളൂ. ഇതിൽ കൂടുതലത് പോകുന്നില്ല. അപ്പം എൻ്റെ ആരോഗ്യം പറ്റ മോശമാണോന്ന് തോന്നുന്നു. ഇനി നമുക്ക് അമ്മൂനെ കൊണ്ട് ചെയ്യിച്ചു നോക്കാം. അമ്മൂൻ്റെ കൈക്ക് വേദന, അവൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല. എന്നാ എൻ്റെ കൈ തരിച്ചു പോയി. എൻ്റെ ഭഗവാനെ, ഇതിങ്ങനെ നിൻ്റെ മേത്ത് കെട്ടുമ്പോൾ വേദന എടുക്കും. അച്ചു കരാട്ടെ ബ്ലാക്ക് ബെൽറ്റാണേ. അപ്പോൾ ഇത് കരാട്ടേൻ്റെ എന്തായിട്ടാ? എന്താ നെഞ്ചക്കോ? ഇത് കരാട്ട ഉള്ളത് തന്നെയാ. ഒന്നും കൂടെ വീശി കാണിക്കുന്നു. അച്ചു കരാട്ടേൻ്റെ നെഞ്ചക്ക് പറഞ്ഞ സാധനം. നമ്മളിതൊന്നും കണ്ടില്ലേ? കണ്ടിട്ടുണ്ട് ജാക്കി ചാൻ്റെ സിനിമയിൽ. അതൊക്കെ വെറുതെ തോന്നുക. ന്യൂ ഇയർ ആണ്, ആരും വരൂലെന്ന്. നീ 12 മണി വരെ ഇരുന്നിട്ട് നീ നാളെ 7 മണിയാകുമ്പോൾ പോകണ്ട. നീ എണീക്കുവോ അച്ചു? നിനക്ക് എപ്പോഴാണ് നാളെ ട്യൂഷൻ? എനിക്കറിയില്ല. നാളെ ഉണ്ടാവില്ല. എന്തേലും പോവില്ലാന്നോ? ന്യൂ ഇയർ ആയിട്ട് സന്ധ്യക്ക് കുറേ പടക്കം പൊട്ടണ കേട്ടിരുന്നു. ഇപ്പം എവിടെ നിന്നും പടക്കം പൊട്ടണ കേൾക്കുന്നില്ലല്ലോ. അല്ല സന്ധ്യ സമയത്ത്
എന്തോരോ പടക്കം ഇനി ഇപ്പോഴൊന്നല്ല പൊട്ട് കേട്ടോ. രാത്രി ഒരു 11:30 ആകുമ്പോൾ തൊട്ട് 12 മണി വരെ. മാമ വന്നില്ല മാമന് തട്ടുകടയിലല്ലേ? ഇവിടുത്തെ മാമൻ വന്നില്ല. അപ്പോൾ കൂട്ടുകാരെ ഞങ്ങളിതാ ഭക്ഷണം കഴിക്കാട്ടോ. നെയ്ച്ചോറും ചിക്കൻ കറിയും സള്ളാസും ഇത്രയാണ് ഞങ്ങളുടെ ന്യൂ ഇയറിൻ്റെ. ഇതെവിടെ ഇവർക്കൊക്കെ ഭയങ്കരമായിട്ട് എന്തോ ഞാൻ വീഡിയോ എടുക്കണ അത്ര അങ്ങോട്ട് പിടിക്കില്ല. അത് തലയൊക്കെ കുനിച്ച് വെച്ചാണ് ഇവിടെ ഓരോരുത്തരിയ്ക്കുന്നത്. അതുകൊണ്ട് ഇത്രേ കാണിക്കുന്നുള്ളൂ കേട്ടോ ഫുഡ് കഴിക്കുന്ന. അപ്പോൾ കൂട്ടുകാരെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ഞങ്ങളിവിടെ വന്നിരുന്ന് കൈ പൊള്ളിക്കല്ലേ, ഞങ്ങൾ പിന്നെ പടക്കം പൊട്ടിക്കാൻ വന്നിരിക്കുകയാണ്. നമുക്ക് എല്ലായിടത്തും പൊട്ടി തുടങ്ങി. പട്ടോ നമ്മൾ പൊട്ടിക്കാൻ എടുത്തപ്പോൾ തന്നെ എന്താ അച്ചു കാണിക്കുന്ന നീ? അച്ചു ഒരു മെഴുകുതിരി കത്തിക്കുന്നതാണ് നിങ്ങൾ കാണുന്നത് കേട്ടോ. ഞാൻ ഒരു പടക്കം പൊട്ടിച്ചോ. അച്ചു അവിടുന്ന് മാറിക്കോട്ടെ. അച്ചു പോവാണ്. ഇത് എൻ്റെ കയ്യിലിരുന്ന് പൊട്ടുവോ? അടിപൊളി അടിപൊളി അടിപൊളി. ഞാൻ പടക്കം പൊട്ടിച്ചു. അമ്മ സൂക്ഷിക്കണം കേട്ടോ. അമ്മ ഞങ്ങൾ ഇവിടെ മത്സരിച്ച് എറിഞ്ഞു പൊട്ടിക്കാണേ. അച്ഛൻ സൂക്ഷിക്കണേ. ഇപ്പൊ നല്ല നേരത്തെ പൊട്ടിച്ച മൊത്തം ചീറ്റി പോകുമായിരുന്നു. ഇപ്പൊ നല്ല ഉഷാറിൽ പടക്കം പൊട്ടുണ്ട് കേട്ടോ. എന്താ അമ്മു നല്ല സൗണ്ട് ഉണ്ട്. പൂക്കുറ്റി എത്തിക്കാൻ പോണേ. പൂക്കുറ്റി പൊങ്ങട്ടെ. ചീറ്റിപ്പോയി. ഇല്ല താ പോണ അടിപൊളി. ഹാപ്പി ന്യൂ ഇയർ. ആയില്ല ഇത് വെക്കട്ടെ, കാണട്ടെ. അടുത്തത് കത്തിക്കാണ് നമ്മള്. പോരട്ടെ. അപ്പൊ നമുക്ക് നമ്മുടെ ന്യൂ ഇയർ ആഘോഷിക്കാൻ 2 ആളും കൂടി എത്തിയിട്ടുണ്ട് കേട്ടാ. അത് കഴിഞ്ഞ് അടുത്ത കത്തി പിടിച്ചോ. അച്ചു കളിക്കണ. അപ്പൊ നമ്മള് ന്യൂ ഇയർ ഇങ്ങനെ ആഘോഷിച്ചോണ്ടിരിക്കാട്ടോ. എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. അപ്പം ഞങ്ങളുടെ ഇന്നത്തെ ചെറിയ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഞങ്ങൾ 4 പേരും തന്നെ ഉള്ളൂ കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് ഒരു 2-3 പേര് ഗസ്റ്റായിട്ട് വന്നവരൊക്കെ പോയി. വീണ്ടും ഞങ്ങൾ 4 പേരുമായി. അപ്പോൾ അതവിടെ പറഞ്ഞിരിപ്പുണ്ട് കേട്ടോ. അങ്ങനെ 4 ഉണ്ടാവും. എല്ലാവരും കണ്ണുറക്കം കൊണ്ട് അടങ്ങി വരും. ഇപ്പോൾ 12:15 ആവാനായി. 12:10 ആയിട്ടോ സമയം. അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ ഹാപ്പി ന്യൂ ഇയർ. എല്ലാവരും വരെ ഹാപ്പി ന്യൂ ഇയർ പറഞ്ഞു. ഹാപ്പി ന്യൂ ഇയർ. അമ്മോ ഹാപ്പി ന്യൂ ഇയർ. എല്ലാവർക്കും നല്ലൊരു പുതുവത്സരം ആശംസിക്കുന്നു.